ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇതുണ്ടില്ലേ, ഇവിടെ ഞാൻ കുറേ നേരമായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാൻ കേട്ടാ. ഒരു മിനിറ്റ്, എന്നെ ആരോ വിളിക്കണല്ലോ. ഈ നേരത്ത് ഇപ്പോൾ ആരോ വിളിക്കണേ? ഇതാ മറ്റേ ഷോറൂമിലെ മാനേജർ അല്ലേ? ഹലോ ചേട്ടാ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ജാക്കേ, അത് പിന്നെ എൻ്റെ ഷോറൂമിൽ ഒരു പുതിയ കാർ വന്നു. അത് പക്ഷേ ഔഡിയുടെ കാറാ. നീ വേണമെങ്കിൽ വന്ന് ആ കാറ് മേടിച്ചോ. അല്ലെങ്കിൽ ഞാൻ ആ കാറില്ലേ അത് നോബിതയ്ക്ക് കൊടുക്കും. നോബിതയ്ക്കാ? ഏയ്, അവന് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഔഡിയുടെ കാറില്ലേ അത് ഞാൻ സ്വന്താക്കാം. ഞാൻ ഇപ്പോൾ വരാം. ഗൈസ്, ഇവിടെ ഇപ്പോൾ ഷോറൂമിൻ്റെ മാനേജറെ നമ്മൾ വിളിച്ചേക്കാ. അയാളുടെ ഷോറൂമിൽ ഒരു പുതിയ കാറ് വന്നു. അത് പക്ഷേ ഔഡിയുടെ കാറാ. ഔഡിയുടെ ഏതാ മോഡല് അതൊന്നും എനിക്കറിയില്ല. അത് നമുക്ക് അവിടെ പോയിട്ട് അന്വേഷിക്കാം. നമുക്ക് വേഗം പോയിട്ടേ ആ കാറ് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ ആ ഷോറൂമിൻ്റെ മാനേജറെ ആ കാറ് നോബിതയ്ക്ക് കൊടുക്കുന്നു. നോബിതയ്ക്ക് പിന്നെ ഔഡിയുടെ കാറൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ആ കാറ് ഞാൻ പോയിട്ട് മേടിച്ചോളാം. നമ്മുടെ ഷോറൂം പിന്നെ ഇവിടെ അടുത്താ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഏതായാലും ഷോറൂമിൽ വന്നേക്കാ. ഈ കാറ് നമുക്കിവിടെ സ്റ്റൈലിൽ പാർക്ക് ചെയ്യാം. എന്നിട്ട് മാനേജറിനോട് സംസാരിക്കാം. ഹലോ ചേട്ടാ, അതെ ഞാൻ ദേ വന്നു. ആ ഔഡിയുടെ കാർ എവിടെയാ? എനിക്ക് ആ കാർ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യണം. എടാ ജാക്കേ, ആ കാർ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിൻ്റെ പകരമായിട്ട് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ആ കാർ നിനക്ക് ഫ്രീ ആയിട്ട് തരാം. ഹെൽപ്പോ? ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? എടാ ജാക്കേ, അത് പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു. അത് പക്ഷേ ആ ടൂങ് സാറിൻ്റെ ഗ്യാങ് വന്നടിച്ചു മാറ്റി. നീ ഒരു കാര്യം ചെയ്യ്, ആ ഫോർച്യൂണർ എനിക്ക് കൊണ്ടുതായോ. അന്നേരം നിനക്ക് ആ ഔഡിയുടെ കാറ് ഫ്രീ ആയിട്ട് തരാം. ആണോ? എന്നാ ശരി, നിനക്ക് ഞാൻ ആ ഫോർച്യൂണർ കൊണ്ടുവരാം. എനിക്ക് ആ കാറ് ഫ്രീ ആയിട്ട് തന്നാൽ മതി. ഇനി അവസാനം വാക്ക് മാറ്റില്ല ഏട്ടാ. വാക്ക് മാറ്റി കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. നിനക്ക് ഞാൻ ആരാന്ന് ശരിക്കും അറിയില്ല. ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാ. എന്തൊട്ടാലും നമുക്കേ അയാൾക്ക് ഹെൽപ്പ് ചെയ്യാം. അയാളുടെ കയ്യിൽ ഒരു ഫോർച്യൂണർ ഉണ്ടെന്ന്. അതാ ടൂങ് സാറിൻ്റെ ഗ്യാങ് വന്നടിച്ചു മാറ്റി കൊണ്ടുപോയിന്ന്. നമുക്ക് ആ ഫോർച്യൂണർ അയാൾക്ക് കൊണ്ടു കൊടുക്കണം. ഈ ടൂങ് സാവർ പിന്നെ എവിടെ താമസിക്കണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ടൂങ് സാവർ ജംഗിളിലാണ് താമസിക്കണേ. ഇതാണ് അവൻ്റെ വീട്. ഇതുണ്ടില്ലേ, മുമ്പിൽ ടൂങ് സാവറിൻ്റെ വലിയൊരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാ അവൻ്റെ വീട്. ഗൈസ്, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാ? ആ ഫോർച്യൂണറെ ആ ടെറസിൻ്റെ മേലെ ഇരിക്കണ്ടട്ടാ. ഇതുണ്ടില്ലേ, ഇതാണ് അയാളുടെ ഫോർച്യൂണർ. നമുക്ക് ഈ ഫോർച്യൂണർ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകണം. അതിനു മുൻപേ നമുക്ക് ആ ടൂങ് സാവറിനെ അലക്കണം. ആ ഗ്യാങ്ങിനെ മൊത്തം തീർക്കണം. എവിടെ ടൂങ് സാവർ? അവനെവിടെ ഒന്നും കാണാനില്ലല്ലോ. എടാ ടൂങ് സാവറെ, പുറത്തേക്ക് വാടാ. ഇന്ന് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാവടാ. എടാ ജാക്കേ, നീ ഇങ്ങോട്ടേക്ക് വന്നാ? എനിക്കറിയായിരുന്നു നീ എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്നു. പക്ഷെ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ആ ഫോർച്യൂണർ നിനക്ക് കിട്ടാൻ പോണില്ല. ആ കാർ നമ്മൾ സ്വന്താക്കി. അതുകൊണ്ട് ജാക്കേ, തൽക്കാലം ഇവിടുന്ന് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. എന്തുട്ട് എൻ്റെ കാര്യത്തിൽ തീരുമാനമാവുന്നാ? നിങ്ങൾക്ക് അതിനു മാത്രം ധൈര്യം വന്നാ? ഇപ്പം ശരിയാക്കരാം. എടാ ജാക്കേ, നീ നമ്മളെ വെടിയേക്കാരായ. നീ ഇപ്പം ചെയ്യണതേ വലിയൊരു തെറ്റാ. അത് ശരി, ഞാനിപ്പോൾ ചെയ്യണത് വലിയൊരു തെറ്റാ. ഇവര് ഫോർച്യൂണർ അടിച്ചു മാറ്റിയില്ലേ, അത് ശരിയാന്ന്. ഇതുണ്ടല്ലേ, ഇവിടെ പോലീസുകാരൊക്കെ വന്നുട്ടാ. നമുക്ക് ഈ പോലീസുകാരെ തീർത്തളയാം. ഇവരിപ്പോൾ എന്തിനാണാവോ എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നേ? ആ ടൂങ് സാറിനെ കൊന്നേനെയാവും ഇവരെന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നേ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുത്തെ പോലീസുകാരും മൊത്തം കറപ്റ്റാണ്. നമുക്കപ്പോൾ ഇവന്മാരിങ്ങ് തീർത്തളയാം. ചാവട അങ്ങോട്ട്, ചാവ്. ഒരൊറ്റണത്തിനും വെറുതെ കൊണ്ടണ്ട, എല്ലാത്തിനും തീർത്തളയാം. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാത്തിനും തീർത്തളഞ്ഞു. ഒരാളിനും ബാക്കി വെച്ചില്ല. ഈ ടൂങ് സാറിൻ്റെ സ്റ്റാച്ചു ഇല്ലേ, അതും കൂടി നമുക്ക് കത്തിച്ചളയാം. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ വീട് വേറെ വല്ലവർക്കും കൊടുക്കാം. നമ്മുടെ കാറ് പിന്നെ ടെറസിൻ്റെ മേലെ ഇരിക്കണേ. എനിക്കിപ്പോഴും ഒരു കാര്യം മനസ്സിലാവണില്ല. ഈ ടൂങ് സാവർ എങ്ങനെയാണാവോ ഈ കാറ് ടെറസിൻ്റെ മേലെ പാർക്ക് ചെയ്തേ? എന്നിട്ടായാലും നമുക്ക് ഈ കാറ് കിട്ടി. ഈ കാറ് നമുക്ക് പതുക്കെ അടിയിലേക്ക് ഇറക്കാം. വലിയ കുഴപ്പമില്ല, വണ്ടി ഡാമേജ് ആയിട്ടില്ല. ഇനി ഈ കാറില്ലേ, അതാ ഷോറൂമിൻ്റെ മാനേജറിന് കൊണ്ടു കൊടുക്കാം. എൻ്റെ താറ് പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുത്തോണ്ട് പോവാം. നമുക്കാദ്യം ഷോറൂമിൽ പോവാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല,
ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ ഷോറൂമിൽ പോവാം. എന്നിട്ട് ഈ കാറില്ലേ അത് അയാൾക്ക് കൊണ്ടു കൊടുക്കാം. അന്നേരം നമുക്ക് ഔഡിയുടെ കാറ് കിട്ടും. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിൽ വന്നേക്കാം. ഈ കാറ് ഇവിടെ പാർക്ക് ചെയ്യാം. ഹലോ ചേട്ടാ, ചേട്ടാ പറഞ്ഞ പോലെ ചേട്ടൻ്റെ ഫോർച്യൂണർ ഞാൻ കൊണ്ടുവന്നു. ഇനി എനിക്ക് ആ ഔഡിയുടെ കാറ് തന്നേക്ക്. ആടെ ജാക്കേ, ആ കാറ് ഷോറൂമിൻ്റെ ബാക്കിലുണ്ട്. പോയിട്ട് അതിൻ്റെ ഡെലിവറി എടുത്തോ. ആണോ? എന്നാൽ ശരി, ഞാൻ പോയിട്ട് അതിൻ്റെ ഡെലിവറി എടുത്തോളാം. ആ ചേട്ടൻ പറയണത് ആ കാറ് ഷോറൂമിൻ്റെ ബാക്കിലുണ്ടെന്നാ. ഓ ഗൈസ്, ഇതുണ്ടില്ലേ, ഇതാണ് ആ ഔഡിയുടെ കാറ്. ഈ കാറ് കുഴപ്പമില്ല ഏട്ടാ, നൈസായിട്ടുണ്ട്. എനിക്ക് എന്താണാവോ ഈ കാറിൻ്റെ കളറില്ലേ അതെനിക്ക് തീരെ ഇഷ്ടമായില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ കാറില്ലേ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇതിൻ്റെ കളറൊക്കെ മാറ്റാം. എനിക്ക് ബ്ലാക്ക് കളർ കൊടുക്കണത് ഇഷ്ടം. ബ്ലാക്ക്, വൈറ്റ്, റെഡ് ഈ 3 കളറ് വലിയ കുഴപ്പമില്ലേ. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് പിന്നെ ബെന്നിയുടെ വർക്ക്ഷോപ്പാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ പോവാം. എന്നിട്ട് ഈ കാറില്ലേ അത് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ബെന്നി പിന്നെ എൻ്റെ ഫ്രണ്ടാണ്. അവൻ ഫ്രീ ആയിട്ട് വണ്ടികൾ മോഡിഫൈ ചെയ്യും. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളങ്ങനെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ വന്നേക്കാ. ഇതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. നമുക്ക് ഈ വണ്ടി അകത്തേക്ക് കയറ്റാം. ഏയ് ഇതെന്തത്? ആ ഷട്ടർ ഓപ്പൺ ആവണില്ലല്ലോ. എടാ ബെന്നി, ഷട്ടർ ഓപ്പൺ ആക്ക്. ഗൈസ്, അതെ, എനിക്ക് തോന്നണതേ ബെന്നി ഇന്ന് വർക്ക്ഷോപ്പ് ഓപ്പൺ ആക്കിയില്ലാന്നാ. അതിപ്പോൾ കുഴപ്പമില്ല. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോവാം. പിന്നെ എപ്പോഴെങ്കിലും പോയിട്ട് ഈ വണ്ടി മോഡിഫൈ ചെയ്യാം. നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് ഷിൻചാനെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ കാറ് നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. എടാ ഷിൻചാനെ, പുറത്തേക്ക് വാടാ. ഇത് നോക്കിയേ, ഞാൻ എന്താ കൊണ്ടുവന്നേക്കണെന്ന്. ജാക്കണ്ണ, ഇതെന്തത്? അണ്ണൻ പുതിയ കാറൊക്കെ മേടിച്ചാ? ആടാ ഷിൻചാനെ, ഞാനിവിടെ ഒരു പുതിയ കാറൊക്കെ മേടിച്ചു. എങ്ങനെയുണ്ട്? ജാക്കണ്ണ, ഈ കാറ് കൊള്ളാലോ, നൈസായിട്ട് കേട്ടാ, ഒരു രക്ഷയില്ല. ഇത് പിന്നെ ഔഡിയുടെ കാറല്ലേ? ഇതൊരു ജർമ്മൻ കാറാ. അണ്ണാ അതെ, ഞാൻ ഈ കാറൊന്ന് ഓടിച്ചോക്കട്ടെ. എനിക്ക് കാറ് ഓടിച്ചോക്കണമെന്ന് ആഗ്രഹമുണ്ട്. ജാക്കണ്ണ, ഞാനപ്പോൾ പോയിട്ട് വരാം. ഗൈസ്, ഈ കാറ് കുഴപ്പമില്ല കേട്ടാ, ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഇത് പിന്നെ ഔഡിയുടെ കാറല്ലേ? ഔഡിയുടെ കാർ ആയതുകൊണ്ട് ഈ കാർ നല്ല സ്പീഡിൽ പോവേ, ഒരു രക്ഷയില്ല. എന്തെങ്കിലും ആവട്ടെ ഗൈസ്, അപ്പോൾ ഇതോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. ഇനി മോഡൊക്കെ വേണമെങ്കിലേ എൻ്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്താൽ മതി. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.